കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തോട് 100% നീതി പുലർത്തിയിട്ടുണ്ട്. ആ പ്രത്യയശാസ്ത്രത്തോട് ഇനിയും നീതി പുലർത്തണം. അഴിമതിക്കെതിരെ പോരാടിയതുകൊണ്ട് ഞാൻ അഴിമതിക്കെതിരെ പോരാടുന്നതാണ് മാധ്യമങ്ങളെല്ലാവരും, അതിൽ ഒരു വിട്ടുവീഴ്ച എല്ലാവരും ഉള്ളത്. അത് ജയിച്ച അസംബ്ലിയിൽ പോയാൽ ഇനിയും നടത്തും. അഴിമതിക്കെതിരെ സാമൂഹിക ജീവിതത്തിൽ നടത്തും, നിയമസഭയിൽ നടത്തും. അങ്ങനെ ഒരു വർഗീയതയുമായി യോജിപ്പില്ല, ഒരു തരത്തിലുള്ള വർഗീയതയുമായി യോജിപ്പില്ല. വർഗീയത ഭൂരിപക്ഷമായാലും ന്യൂനപക്ഷമായാലും അപകടകരമാണ്. അതിനെതിരെ പോരാട്ടമുണ്ട്. എപ്പോഴും ദുരിതം അനുഭവിക്കുന്നവരുടെ കൂടെ ആയിരിക്കും. ഇന്നുവരെ അങ്ങനെ ആയാലും നാളെ അങ്ങനെ ആയിരിക്കും. എന്നാൽ സാമ്പത്തിക ശേഷി ഉള്ള ഒരാളിന് എന്നുള്ളത് കൊണ്ടാണ് ശത്രുവായി കാണേണ്ട കാര്യമല്ല. അവരെല്ലാം ജനാധിപത്യവാദികളുണ്ട്. അവർക്കുള്ള അവകാശം അവർക്ക് വേണ്ടി ബാധിക്കും. സമ്പത്ത് ദുരുപയോഗപ്പെടുത്തി സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം നടത്തി ജനങ്ങളെ ഉപദ്രവിക്കുന്നവർക്കെതിരെ നമ്മൾ പോരാടും. മുമ്പും ചെയ്തിട്ടുള്ളത്, അതൊന്നും മാറ്റമില്ല. പിന്നെ അഭിപ്രായങ്ങൾ തുറന്നു പറയുന്നു, അതൊരു പ്ലസ് പോയിൻ്റാണ്. കാരണം കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ മാർക്സിൻ്റെ അവസാന ഭാഗത്ത് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാർ സ്വാഭിപ്രായങ്ങൾ നിർഭയമായി തുറന്നു പറയും എന്നാണ്. ആ ഡിക്ലറേഷനാണ് തീരുന്നത്. പാർട്ടി രഹസ്യങ്ങളൊന്നുമല്ല ആ അഭിപ്രായം, അതൊന്നും പറയത്തില്ല. പാർട്ടി രഹസ്യങ്ങളൊക്കെ ഇപ്പോൾ വളരെ കുറവല്ലേ. പാർട്ടി നേതാക്കന്മാർ അറിയുന്നവരൊക്കെ അത് പത്രത്തിൽ കാണുമ്പോൾ അത് പോട്ടെ. പിന്നെ സ്വാഭിപ്രായങ്ങൾ നിർഭയമായി തുറന്നു പറയുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. അങ്ങനെ പറഞ്ഞാണ് വിപ്ലവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ മാർക്സ് അവസാന ഭാഗത്ത് പറയുന്ന ഇത് എന്നെ എന്നും ആവേശിച്ചിട്ടുള്ളതും എനിക്ക് ഒരു മാർഗനിർദ്ദേശമായി നിന്നിട്ടുള്ള കാര്യമാണ്. ഡെമോക്രസി 3 തരത്തിലിട്ടു. ഇപ്പോൾ ഇത് പാർലമെൻ്റ് ഡെമോക്രസിയാണ് ഇവിടെ. കാരണം മുതലാളിത്ത രാജ്യങ്ങളിലുള്ള ഡെമോക്രസിക്കാണ് പാർലമെൻ്റ് ഡെമോക്രസി, അസംബ്ലി, പാർലമെൻറ്റ് ഇതെല്ലാം ഉണ്ട്. അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ഇന്ത്യയിലും എല്ലാം പാർലമെൻ്റ് ഡെമോക്രസിയാണ്. പലതരം ഉണ്ടെങ്കിലും ചിലത് സെനറ്റ് എന്നായിരിക്കും പേര്, ചിലത് കോൺഗ്രസ് എന്നായിരിക്കും. നമുക്ക് പാർലമെൻറ്റാണ്, രാജ്യസഭയിലുള്ളത്. ആ പാർലമെൻ്റ് ഡെമോക്രസി നമുക്ക് കുറച്ച് സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ചാണ് ഞാനിപ്പോൾ ഈ പത്രസമ്മേളനം നടത്തുന്നത്. ഗവൺമെൻറ് എനിക്ക് വിമർശിക്കാം, പക്ഷേ ഭരണഘടനാപരമായ മൂല്യങ്ങൾ പാലിച്ചുകൊണ്ട് വേണം. ഭരണഘടനയിലെ ജനാധിപത്യ അവകാശം, ആ ഭരണഘടനയാണ് ഈ ജനാധിപത്യ അവകാശം നൽകിയിരിക്കുന്നത്. അതിനെ മാനിക്കണം, അതിനെ വിമർശിക്കാം. ഉദ്ധവ് കൂടച്ചക്രമൊന്നും പറയണം, അത് വിമർശനമല്ല. വിമർശിക്കാം, തിരുത്താം, ഭേദഗതി ചെയ്യിക്കാം. ചെയ്യിച്ചിട്ടുണ്ടല്ലോ. വിമർശനം വേറെ, അറിവില്ലാതെ വേണമെന്ന് പറയുന്നത് വേറെ. അങ്ങനെ വിമർശനം തിരുത്തിയുമാണ് 10 എത്രയാ ഒരുപാട് ഭേദഗതി വന്നല്ലേ. ബാങ്ക് നാഷണലൈസേഷനൊക്കെ അങ്ങനെ വന്നതല്ലേ. പ്രൈവറ്റ് പേഴ്സ് അബോളിഷൻ ബില്ല് അങ്ങനെ വന്നതല്ലേ. എത്രയോ ഭേദഗതികൾ വന്നു, നല്ല നല്ല ഭേദഗതികൾ. അതെല്ലാം കമ്മ്യൂണിസ്റ്റുകാർ പിന്തുണയ്ക്കുകയും ചെയ്തു ഗുജറാത്തിയുടെ കാലത്ത്. അപ്പോൾ നമ്മൾ എന്താ പറയുക, എല്ലാ നല്ല കാര്യങ്ങളെയും പാർലമെൻ്റ് ഡെമോക്രസിയിൽ നമ്മൾ പങ്കെടുക്കുന്നു. പാർട്ടി പരിപാടി അനുവദിച്ചിട്ടുണ്ട്. പാർട്ടി പരിപാടി വിപ്ലവത്തിൻ്റെ തന്ത്രമാണ്. പാർട്ടി സ്ട്രാറ്റജി ടാക്ടിക്സ് എന്ന് പറയും. സ്ട്രാറ്റജി, തന്ത്രം, അത് വിപ്ലവത്തിന് വേണ്ടിയുള്ളതാണ്. വിപ്ലവകാലം വരെ ഉള്ളതാണ്. ആ വിപ്ലവത്തിലേക്ക് ഓരോ നിമിഷവും പ്രവർത്തനം നടന്നെടുക്കുമ്പോൾ കാലത്തിനനുസരിച്ച് മാറിയും മറിഞ്ഞും എടുക്കുന്ന നിലപാടിനാണ് അടവ് ടാക്ടിക്സ് എന്ന്. അത് മാറിക്കൊണ്ടേയിരിക്കും, കാലത്തിനനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. മാറിയില്ലെങ്കിൽ പോയി. ആ അടവിന് സ്ട്രാറ്റജിയുമായി ബന്ധമുണ്ട്, പൊക്കൾ കൂടി ബന്ധമാണ്. ആ സ്ട്രാറ്റജിയെ ശക്തിപ്പെടുത്തുന്നതായിരിക്കണം ഈ അടവ്. അങ്ങനെയാണ് പാർട്ടി പരിപാടി. അത് പറഞ്ഞിട്ടുണ്ട്, സമാധാനപരമായ മാർഗങ്ങളിലൂടെ ജനകീയ ജനാധിപത്യ വിപ്ലവത്തിൽ എത്തിച്ചേരുക എന്നുള്ളതാണ് CPM-ൻ്റെ നയം. പീപ്പിൾസ് ഡെമോക്രസി അത് പാർലമെൻ്റ് ഡെമോക്രസിക്ക് കൂടുതൽ ഹയർ ക്വാളിറ്റിയുള്ള ഡെമോക്രസിയാണ്. പാർലമെൻ്റ് ഡെമോക്രസി എന്ന് പറഞ്ഞാൽ മുതലാളിത്തത്തിൻ്റെ മേധാവിത്വത്തിലുള്ളതാണ്. നമ്മൾ അനുവദിച്ചിരിക്കുക, നിങ്ങൾ ഞങ്ങൾ സംസാരിച്ചോ എഴുതിക്കോ. പക്ഷേ അവർക്ക് ഇഷ്ടമില്ലെങ്കിൽ EMS ഗവൺമെൻറ്റിനെ പിരിച്ചുവിട്ടോ അല്ലെങ്കിൽ പിരിച്ചുവിടും. അപ്പോൾ ആ പാർലമെൻ്റ് ഡെമോക്രസി ലിമിറ്റേഷൻ മനസ്സിലായില്ലേ. ഇറ്റ്സ് എ ലിമിറ്റഡ് ഡെമോക്രസി. ഭരണാധികാരി വർഗത്തിനും ജന്മിമാർക്കും
ബൂർഷാസിക്കും സാമ്രാജ്യത്തെ പിന്തുണയുള്ള എപ്പോൾ വേണമെങ്കിലും ഇതില്ലാതാക്കാം. ഈ ജനാധിപത്യം ഭരണഘടന റദ്ദ് ചെയ്യാറ്, അടിയന്തരാവസ്ഥ റദ്ദ് ചെയ്തില്ലേ, നിലനിന്ന് റദ്ദ് ചെയ്തില്ലേ, ഭരണഘടന ഇല്ലായിരുന്നല്ലോ അന്ന്. മൗലികാവകാശങ്ങളെല്ലാം സസ്പെൻഡ് ചെയ്തില്ലേ. അപ്പോൾ അതിനുള്ള അധികാരം ഭരണാധികാരി വർഗം ബൂർഷാസിയാണ്. ജന്മിമാരെല്ലാം അവരുടെ കൂടെയാണ്. അവർക്ക് ആവശ്യമുള്ളപ്പോൾ ലോക സാമ്രാജ്യത്വവുമായി അവർ കൈകോർക്കും. ഇവിടെ അവർക്ക് ഒറ്റയ്ക്ക് ഇവിടുത്തെ പ്രശ്നം കൈകാര്യം ചെയ്യാൻ പറ്റില്ലെങ്കിൽ അവർ സാമ്രാജ്യത്വമായി കൈകോർക്കും, കോംപ്രമൈസ് ചെയ്യും. ഇത് ഞങ്ങളുടെ പരിപാടി പറയുന്നത്. അത് കഴിഞ്ഞാണ് പീപ്പിൾസ് ഡെമോക്രസി, രണ്ടാമത്തെ സ്റ്റെപ്പ്. അവിടെ മുതലാളിത്തം ഇല്ല, മുതലാളിത്തം അബോളിഷ് ചെയ്യും. ഭൂപരിഷ്കരണം കൊണ്ടുവന്ന് ഭൂമിയെല്ലാം ഇതാണ് ചെയ്യും. എൻമിമാരും ഉണ്ടാവില്ല. എല്ലാ വ്യവസായ സ്ഥാപനങ്ങളും പബ്ലിക് സെക്ടറിലായിരിക്കും. എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പബ്ലിക് സെക്ടറിലായിരിക്കും. മതപരമായ ഒരു കാര്യവും പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പഠിപ്പിക്കാൻ സമ്മതിക്കില്ല. മതപരമായ കാര്യമല്ല, മതത്തെപ്പറ്റി പഠിപ്പിക്കും. മതപരമായി മുതലെടുക്കാൻ സമ്മതിക്കില്ല, കാരണം സെക്യുലർ സ്റ്റേറ്റാണ്. മതത്തെപ്പറ്റി പഠിപ്പിക്കും. അതിന് ഹിസ്റ്റോറിക്കൽ റൂട്ടെല്ലാം പറയേണ്ടതായിട്ടുണ്ട്. മതങ്ങൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ലോകത്തിൻ്റെ മാറ്റത്തിൽ. അതാണ് പീപ്പിൾസ് ഡെമോക്രസി. അവിടെ ജന്മിത്വമില്ല, മുതലാളിത്തം എല്ലാം അബോളിഷ് ചെയ്യും. ഏറ്റവും ഹയറാണ് സോഷ്യലിസ്റ്റ് ഡെമോക്രസി. സോഷ്യലിസ്റ്റ് ഡെമോക്രസി അല്ലെങ്കിൽ സോഷ്യലിസ്റ്റിലേക്ക് വരുന്നതിനുള്ള ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കുന്നത് ഈ പീപ്പിൾസ് ഡെമോക്രസിയുടെ കാലഘട്ടത്തിലാണ്. ലാൻഡ് റിഫോംസ്, മൊണോപ്പൊളി ക്യാപിറ്റൽ ഇല്ലാതാക്കുക, വിദ്യാഭ്യാസം പൂർണ്ണമായി സ്റ്റേറ്റിൻ്റെ കീഴിൽ കൊണ്ടുവരിക, ഇതുകൊണ്ട് എല്ലാ കാര്യങ്ങളും കൊണ്ടുവരിക. എല്ലാവർക്കും തൊഴിൽ കൊടുക്കുക, സ്ത്രീകൾക്ക് പ്രത്യേക സ്വാതന്ത്ര്യം, പ്രായമായവർക്ക് പ്രത്യേക പരിഗണന, ഇങ്ങനെ വരും. ഒടുവിൽ സോഷ്യലിസ്റ്റൊക്കെ കടക്കുമ്പോഴാണ് സോഷ്യലിസ്റ്റ് ഡെമോക്രസി വിപ്ലവമാണ്. അപ്പോൾ പിന്നെ വിപ്ലവ പ്രസ്ഥാനമല്ലാതെ വേറൊരു രാഷ്ട്രീയ പ്രസ്ഥാനവും ഉണ്ടാവില്ല. ആദ്യകാല സോവിയറ്റ് യൂണിയനും ആദ്യകാല ചൈനയിലും ക്യൂബയിലൊക്കെ ഉണ്ടായ പോലെ സോവിയറ്റ് യൂണിയൻ പിന്നെ തകർന്നുപോയി, പല രാജ്യങ്ങളായി ഭിന്നിച്ചു. ചൈന ഇപ്പോഴും ഇതൊക്കെ പഠിച്ചും ഇതിൻ്റെ വ്യത്യാസങ്ങൾ മനസ്സിലാക്കിയുമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഈ നാട്ടിലെ ജനങ്ങളെ പാർട്ടിയിലേക്ക് ആകർഷിച്ച് പഠിപ്പിച്ചതും നയപരിപാടികൾ ആവിഷ്കരിച്ചതും. അത് മനസ്സിലാക്കാനും പഠിക്കാനും അത് ഗവേഷണം നടത്താനും ഒക്കെ ഞങ്ങൾ ഒരുപാട് പേര് തയ്യാറായിട്ടുണ്ട്. അങ്ങനെയുള്ള ഞങ്ങൾ ഇതൊന്നും പഠിക്കാതെയും മനസ്സിലാക്കാതെ എന്താണെന്ന് അറിയാതെയും കടന്നു വന്നിട്ടുള്ള കുറേയധികം ആളുകൾ പൊളിറ്റിക്കൽ ക്രിമിനൽസും കടന്നു വന്നു. അവർ പാർട്ടി നേതാക്കന്മാരുടെ തന്തയ്ക്ക് വിളിക്കും, തള്ളയ്ക്ക് വിളിക്കും, അസഭ്യം പറയും, അശ്ലീലപരമായ കാര്യങ്ങൾ AI-യുടെ സഹായത്തോടെ ഉണ്ടാക്കും. ഇതൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഇപ്പം അതിലൊക്കെ ആസ്വദിക്കുന്ന ആൾക്കാരും കാണും. പാർട്ടിക്ക് യോജിക്കാത്ത ഒരുപാട് വാദമുഖങ്ങൾ മുന്നോട്ട് വയ്ക്കും. അതൊന്നും അംഗീകരിക്കുന്നില്ല, അതിൻ്റെ മുമ്പിലൊന്നും കീഴടങ്ങത്തില്ല. അതിൻ്റെ യഥാർത്ഥത്തിലുള്ള പാർട്ടി രീതി എപ്പോഴും കഴിയാവുന്നത്ര പറഞ്ഞുകൊണ്ടേയിരിക്കും.